ഓം ഗുങ്കുരിപ്യോ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. നാരായണീയം ദശകം 46, ശ്ലോകം 5-6. പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലേശമനിശം ഹൃദി ഭാവയാമി. ശ്ലോകം 5. ആയിത്തേ സകലൈൻ വിനിശ്ചിതേ വിമതിച്ഛേദ്വദനം വിദാര്യതാം ഇതി മാതൃ വിഭംസിതോ മുഖം വികസത്പത്മനിഭം വ്യധാരയാ. അന്വയം അർത്ഥം. അയി അല്ലയോ കൃഷ്ണ, സകലൈ എല്ലാവരാലും, വിനിശ്ചിതേ നിശ്ചയിക്കപ്പെട്ട കാര്യത്തിൽ, തേ അങ്ങയ്ക്ക്, വിമതി ചേത് ഭിന്നാഭിപ്രായമാണെങ്കിൽ, വദനം വ, വിദാര്യതാം ഇതി തുറന്നാലും എന്ന്. മാതൃ വിഭർച്ചിത മാതാവിനാൽ ഭർഷിക്കപ്പെട്ടവനായി, മുഖം വ, വികസത് പത്മനിഭം വിടരുന്ന താമരപ്പൂവിന് തുല്യം, വ്യധാരയ തുറന്നു. ഹരിവു. സാരം. എല്ലാവരും കൃഷ്ണൻ മണ്ണ് തിന്ന കാര്യം പറഞ്ഞപ്പോൾ യശോദയ്ക്ക് തള്ളിക്കളയാനായില്ല. കൃഷ്ണൻ പറയുന്നത് സത്യമാണോ എന്ന് പരിശോധിക്കുവാൻ യശോദ കൃഷ്ണനോട് വാ തുറന്നാലും എന്ന് ആവശ്യപ്പെട്ടു. കൃഷ്ണൻ വാ തുറന്നത് താമര വിടരുന്നത് പോലെ മനോഹരമായിരുന്നു. ഹരിവോ. ഓം ഗുങ്കുരിഭ്യോ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ശ്ലോകം 7. കുഹചിത് വനമംബുദി ക്വചിദഭ്രം കുഹചിന്ത്യസാദലം മനുജാതനുജ ക്വചിൻ സുരാ ദദൃശേ കിം ന തദാ ത്വദാനനേ. അന്വയം അർത്ഥം. കുഹാച്ചിൻ ഒരിടത്ത്, വനം കാട്, ദദൃശേ കാണപ്പെട്ടു, ക്വചിൻ മറ്റൊരിടത്ത്, അമ്പുതി സമുദ്രം കാണപ്പെട്ടു, ക്വചിൻ വേറൊരിടത്ത്, അഭ്രം ആകാശം, കുഹാച്ചിൻ വേറെ ഭാഗത്തെ, രസാതലം പാതാളം, ക്വചിൻ മറ്റൊരു സ്ഥലത്തെ, മനുജ മനുഷ്യരും, ധനുജ അസുരന്മാരും, സുര ദേവന്മാരും, തഥാ അപ്പോൾ, ത്വദാനനെ അങ്ങയുടെ വായിൽ, കിം ന ദദൃശേ എന്തു തന്നെ കാണപ്പെട്ടില്ല. ഹരിവു. സാരം. ശ്രീകൃഷ്ണന്റെ വായ്ക്കുള്ളിൽ ഓരോ ഭാഗത്തായി വനം, സമുദ്രം, ആകാശം, ദേവന്മാർ, അസുരന്മാർ,